ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 2ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്ററായ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഫസ്റ്റ് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മെമ്പേഴ്സ് ഓഫ് ദ നിറവ് കുടുംബശ്രീ യൂണിറ്റ് ആർ ദ മേക്കിംഗ് സോപ്സ്. ബി എ ഹോളിഡേ മാനവ് ഓൾസോ വെൻറ്റ് ദർ വിത്ത് ഹിസ് മദർ. നിറവ് കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ സോപ്പ് ഉണ്ടാക്കുമായിരുന്നു. അന്നേ ദിവസം ഹോളിഡേ ആയതുകൊണ്ട് മാനവും അവൻ്റെ അമ്മയോടൊപ്പം പോയി. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് സീ ദ സോപ്സ് ഈച്ച് ഹാവ് കൗണ്ടഡ്. ഓരോരുത്തരും കൗണ്ട് ചെയ്ത സോപ്പുകൾ നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാന്ത എത്ര സോപ്പാണ് കൗണ്ട് ചെയ്തത്? ഗ്രൂപ്പ് ഓഫ് ടെൻസ്. അവിടെ ഗ്രൂപ്പ് ഓഫ് ടെൻസ് ഒരെണ്ണമാണ് അല്ലേ? അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടെൻസും വൺസ് എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. അപ്പോൾ 10 + 3 = 13 സോപ്പാണ് എന്ത് ശാന്ത കൗണ്ട് ചെയ്തത്. അടുത്തത് ലത കൗണ്ട് ചെയ്തത് എത്ര? ഗ്രൂപ്പ് ഓഫ് ടെൻസ്. ഇവിടെ 4 ഗ്രൂപ്പ് ഓഫ് ടെൻസ് ആണ് അല്ലേ ഉള്ളത് ലത കൗണ്ട് ചെയ്തതിൽ. പിന്നെ വൺസ് എത്ര? 5 ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 14 + 5 = 45 ആണ് ലത കൗണ്ട് ചെയ്ത സോപ്പുകളുടെ എണ്ണം. ഓക്കെ, അടുത്തത് നെജ്മ കൗണ്ട് ചെയ്ത സോപ്പിൻ്റെ എണ്ണം നോക്കാം. നെജ്മ ഗ്രൂപ്പ് ഓഫ് ടെൻസ് 5 ആണ് അവിടെ കൗണ്ട് ചെയ്തിട്ടുള്ളത്. വൺസ് എത്ര? വൺസ് ഇവിടെ ഒന്നുമില്ല അല്ലേ, അപ്പോൾ 0. അപ്പോൾ 5 + 0 = 15 സോപ്പാണ് നെജ്മ കൗണ്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റോസി അവിടെ ഗ്രൂപ്പ് ഓഫ് ടെൻസ് 2 എണ്ണമാണുള്ളത് അല്ലേ? അപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് ടെൻസും 4 വൺസും ആണ്. സോ 2 + 4 = 24 സോപ്പാണ് റോസി കൗണ്ട് ചെയ്തിട്ടുള്ളത്. നിഷ എത്രയാണ് കൗണ്ട് ചെയ്തിട്ടുള്ളത്? ഗ്രൂപ്പ് ഓഫ് ടെൻസ് 3 ഗ്രൂപ്പ് ഓഫ് ടെൻസും വൺസ് 2 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര? 3 + 2 അതായത് 32 സോപ്സാണ് നിഷ കൗണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹൗ മെനി സോപ്സ് ഡിഡ് റോസി ആൻഡ് ശാന്ത കൗണ്ട് ടുഗദർ. റോസിയും ശാന്തയും കൂടിയിട്ട് എത്ര സോപ്പാണ് കൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റോസി എത്ര സോപ്പായിരുന്നു കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 24. ശാന്ത 13 സോപ്സാണ് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 24 + 13 37. എങ്ങനെയാണ് ഇവിടെ 37 കിട്ടിയതെന്ന് അതാ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 24നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 + 4ഉം 13നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 3ഉം അതായത് 24 13. എന്നിട്ട് 20നും 10നും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 13 കിട്ടും. 4ഉം 3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. ദെൻ 13 + 7 = 37. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ 37 കിട്ടിയിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് ഇവിടെ റോസി കൗണ്ടഡ്, ശാന്ത കൗണ്ടഡ്, ടുഗദർ ദേ കൗണ്ടഡ്. ഇവർ 3 ആൾക്കാരും കൗണ്ട് ചെയ്ത സോപ്പുകൾ ഡ്രോ ചെയ്യാനാണ് ആ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 37 എങ്ങനെ കിട്ടിയതെന്നും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഹൗ മെനി സോപ്സ് ഡിഡ് ശാന്ത ആൻഡ് നെജ്മ കൗണ്ട് ടുഗദർ. ശാന്തയും നെജ്മയും കൂടിയിട്ട് എത്ര സോപ്പാണ് കൗണ്ട് ചെയ്തതെന്നാണ്. ശാന്ത എത്ര എണ്ണമാണ് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? 13 + 15 = 10 + 50 + 3. അതായത് ശാന്ത കൗണ്ട് ചെയ്തത് 13ഉം നെജ്മ കൗണ്ട് ചെയ്തത് 50 ആണ്. അപ്പോൾ ഈ 13 + 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം? 10 + 15 + 3 അതായത് 13നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 3. അപ്പോൾ 10 + 15 + 3 = 63 സോപ്സാണ് ശാന്തയും നെജ്മയും കൂടിയിട്ട് കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഹൗ മെനി സോപ്സ് ഡിഡ് ലത ആൻഡ് നിഷ കൗണ്ട് ടുഗദർ. ലതയും നിഷയും കൂടിയിട്ട് എത്ര സോപ്പാണ് കൗണ്ട് ചെയ്തത്? 45 + 32 അതായത് 45നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 + 5. 32നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ? 30 + 2 അതായത് ഗ്രൂപ്പ് ഓഫ് ടെൻസും വൺസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 77 കിട്ടും. അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. 45 + 32 = 40 + 5. 32നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ +30 + 2 = 77 അതായത് 70 + 7 കിട്ടും. therefore 77 സോപ്സാണ് ലതയും നിഷയും കൂടിയിട്ട് കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ചെയിൻ ആണ്. സീ ദ നമ്പർ ചെയിൻ. ഇവിടെ ഈ ഒരു ചെയിനിൽ എത്ര ബീഡ്സ് ഉണ്ട്? 23 ബീഡ്സും 26 ബീഡ്സും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബീഡ്സാണ് ഇവിടെ
ടോട്ടൽ ബീഡ്സ് ഉണ്ടാവുക. അപ്പോൾ റൈറ്റ് ദ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 49 ആണ് ടോട്ടൽ ബീഡ്സ് ഉണ്ടാവുക അല്ലേ. 23നെയും 26നെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 49. അതായത് 20 + 3 + 20 + 6 ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 + 9 കിട്ടും. അതായത് 49 ബീഡ്സ് ആണ് നമുക്കിവിടെ വരും. നെക്സ്റ്റ്, ഡ്രോ ബീഡ്സ് ടു ഷോ ദിസ് ഇൻ എ നമ്പർ ചെയിൻ. ഇവിടെ നമ്പർ ചെയിനിൽ 14 + 25 കൊടുത്തിട്ടുണ്ട്. അത്രയും ബീഡ്സ് നമ്മളോട് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡ്രോ ചെയ്യാം കേട്ടോ, കാണിച്ചിരിക്കണ പോലെ. അതായത് 10 ബീഡ്സ് ആയിട്ട് ഡ്രോ ചെയ്യുക, പിന്നെ 4 ബീഡ്സ്, പിന്നെ 20 ബീഡ്സ്, പിന്നെ 5 ബീഡ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വരും? ഹൗ മെനി ബീഡ്സ് ആർ ദർ ഇൻ ദ നമ്പർ ചെയിൻ? 39 ബീഡ്സ് ആണ് ഈ നമ്പർ ചെയിനിലുള്ളത്. നെക്സ്റ്റ്, വാട്ട് കുഡ് ബി ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ നമ്പർ ചെയിൻ? ഈ ഒരു നമ്പർ ചെയിനിൽ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ചെയിനിൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്, എത്ര നമ്പർ ഓഫ് ബീഡ്സ് ആണ് ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 30 + 8 ബീഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 38 ബീഡ്സ് ആണ് ഈ നമ്പർ ചെയിനിലുള്ളത്. ഓക്കെ, സീ ദ നമ്പർ കാർഡ് മാനവ് ഗോട്ട്. മാനവിന് കിട്ടിയ നമ്പർ കാർഡിൻ്റെ എണ്ണം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 32 + 13 നമ്പർ കാർഡ്സ് ഉണ്ട്. ഹൗ മെനി ബീഡ്സ് ഡസ് ഹി നീഡ് ടു മേക്ക് ദി ചെയിൻ? എത്ര ബീഡ്സ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു നമ്പേഴ്സ് കൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. 32നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 + 2, 13നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 3, അതായത് 40 + 5 നമുക്ക് കിട്ടും. അപ്പോൾ ദെൻ 45 നമ്പർ ഓഫ് ബീഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിലോ ആർ ദ കാർഡ്സ് അതർ ഗോട്ട്. മറ്റുള്ളവർക്ക് കിട്ടിയ കാർഡ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 16 + 42, 35 + 40, 22 + 67. ഫൈൻഡ് ഹൗ മെനി ബീഡ്സ് ഈച്ച് നീഡ്സ്. ഓരോരുത്തർക്കും കിട്ടണ എത്ര ബീഡ്സ് ആണെന്ന് നമ്മളോട് ഫൈൻഡ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് അറ്റ് ഹൗ മാനവ് ആൻഡ് അവിന ഹാവ് സ്റ്റോക്ക്ഡ് ദ സോപ്പ് ബോക്സസ്. ഹൗ മെനി സോപ്സ് ഡിഡ് ഈച്ച് സ്റ്റോക്ക്? ഓരോരുത്തരുടെയും സ്റ്റോക്കിൽ എത്ര സോപ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിനക്ക് 2 10s 7 1s, 2 10സും 7 1സും ആണ് ഉള്ളത്. മാനവിനോ 1 10 5 1s ആണ് ഉള്ളത്. അതായത് ഗ്രൂപ്പ് ഓഫ് 10s അവിനയിൽ 2ഉം ഗ്രൂപ്പ് 1s 7 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര? 27 ആണ് അവിന. മാനവിന് 1 10ഉം 5 1സും ഉണ്ട്. അതായത് 15 ആണ് ടോട്ടൽ മാനവിൻ്റെയിൽ. ഹൗ മെനി സോപ്സ് ഡിഡ് ദേ സ്റ്റോക്ക് ടുഗദർ? രണ്ടാൾക്കാരും കൂടിയിട്ട് എത്ര സോപ്സാണ് സ്റ്റോക്ക് ചെയ്തത്? ആഡ് 27 and 15. 27നെയും 15നെയും ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 27 + 15, അതായത് 3 10സും 12 1സും കാണും. ആഡ് ചെയ്തത് യെല്ലോ ബോക്സിലൂടെ കൊടുത്തിട്ടുണ്ട്. 20 + 7ഉം 10 + 5ഉം 27 സ്പ്ലിറ്റ് ചെയ്തിട്ടും 15 സ്പ്ലിറ്റ് ചെയ്തിട്ടും. അപ്പോൾ നമുക്ക് 20 + 10 13ഉം 7 + 5 12ഉം കിട്ടും. അപ്പോൾ 10s ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് 1s ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 30 + 12 കിട്ടി. ഈ 30 + 12നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 + 12നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 2. ദെൻ നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 42 കിട്ടും. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ട് സ്റ്റോക്ക് ചെയ്ത സോപ്പുകളുടെ എണ്ണമാണ് 42. ഈ ഒരു പേജിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അഡീഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് 2 10s, അപ്പോൾ 20 + 1 10 ആണുള്ളത്. അപ്പോൾ 10. 20 + 10 = 13. അതായത് 3 10s ആണ് ഇവിടെ വരിക. ഓക്കെ, അടുത്തത് ആഡിങ് 1s. അപ്പോൾ 10s ആദ്യം ആഡ് ചെയ്തു, പിന്നെ 1s ആഡ് ചെയ്തു. 7 1സും 5 1സും ഉണ്ട്. അതായത് 7 + 5 = 12 1s കിട്ടി. 12നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഗ്രൂപ്പ് ഓഫ് 10ഉം അതുപോലെ തന്നെ 2 1സും ആക്കി എടുക്കും. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ദെൻ 7 + 3 + 2 എന്ത് കിട്ടും? 10 + 2, അതായത് 12 കിട്ടും. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആണ്. 3 10s + 1 10 + 2 1s = എന്ത് കിട്ടുക? 42 കിട്ടും. അതായത് 3 10s പറയുമ്പോൾ 30, 1 10 പറയുമ്പോൾ 10 + 2 1s, അപ്പോൾ 30 + 10 + 2, അതായത്
30 പ്ലസ് 10 40 പ്ലസ് 2 42 വരും. ഓക്കെ, ഈ 42നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ടെൻസ്, 40 എന്ന് പറയുമ്പോൾ 4 ടെൻസ് 2 വൺസ് ആണ് ഉള്ളത്. ദെൻ ഈക്വൽ ടു 42. അതാണ് ഈ സോപ്പുകളാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അതാണ് കേട്ടോ അടിയിൽ കൊടുത്തിട്ടുള്ളത്. 20 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 2 ഈക്വൽ ടു 40 പ്ലസ് 2 ഈക്വൽ ടു 42. നെക്സ്റ്റ് ഹൗ മെനി സോപ്സ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് ആൻഡ് റൈറ്റ് ദി നമ്പർ. ഇവിടെ എത്ര നമ്പർ ഓഫ് സോപ്പാണ് സ്റ്റോക്ക് ചെയ്തതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 36ഉം അതുപോലെ തന്നെ 47 ആണുള്ളത്, ഈക്വൽ ടു 83. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് നോക്കി നോക്കാം. 36ഉം 47ഉം ആണല്ലേ. 36നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 പ്ലസ് 6, അതായത് ഗ്രൂപ്പ് ഓഫ് ടെൻസ് 3 ആണ്. അപ്പോൾ 30 പ്ലസ് വൺസ് എത്ര, 6 വൺസ് ഉള്ളത്. 30 പ്ലസ് 6. 47നെ ഇതേ സെയിം രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 പ്ലസ് 7. 30 പ്ലസ് 14 എത്ര, 70 ആണ് വരിക അല്ലേ. 6 പ്ലസ് 7 13 വരും. ഈ 70 പ്ലസ് 13നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്ലസ് 3 കിട്ടും. സോ 70 പ്ലസ് 10 എത്ര, 80 ആണ് വരിക. 80 പ്ലസ് 3 83 ആണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഡീഷൻ മനസ്സിലായല്ലോ. പ്ലേയിങ് വിത്ത് ബ്ലോക്സ്, ഹരിത, അൻഷിത്, നിജ and Ajal are playing with blocks. See the numbers of blocks Harida and Anshid got. ഹരിതയ്ക്കും അൻഷിദിനും എത്ര ബ്ലോക്സ് ആണ് കിട്ടിയത് നമ്മളോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഹരിതയ്ക്ക് 40 ആണ് അല്ലേ കിട്ടിയിരിക്കുന്നത്, അൻഷിദിനോ 26. ടോട്ടൽ 66 വരും. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് ആ ബോക്സിൽ കാണിക്കണം. 40 പ്ലസ് 20 പ്ലസ് 6, 26നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 പ്ലസ് 6 വരും. ദെൻ 40 പ്ലസ് 20 16, 60 പ്ലസ് 6 ഈക്വൽ ടു 66. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് 66 ബ്ലോക്സ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നിത ആൻഡ് അജൽ ടുഗദർ ഗോട്ട് 68 ബ്ലോക്സ്. നിതയ്ക്കും അജലും കൂടിയിട്ട് 68 ബ്ലോക്സ് ആണ് കിട്ടിയത്. വിച്ച് ഗ്രൂപ്പ് വൺ ദി ഗെയിം, ഏത് ഗ്രൂപ്പാണ് ഈ ഗെയിമിൽ വിജയിച്ചത്? നിത ആൻഡ് അജലാണ് അല്ലേ, കാരണം ഇവർക്ക് 68 ബ്ലോക്സ് ഉണ്ട്. മറ്റേ ടീമിനോ 66 ഉള്ളൂ. ഹൗ മെനി ബ്ലോക്സ് മോർ ഡിഡ് ദേ ഗെറ്റ്, എത്ര ബ്ലോക്സ് കൂടുതലാണ് ഇവർക്ക്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തത്? ടെൽ യുവർ ഫ്രണ്ട്സിനോട് പറയാനാ. എങ്ങനെ? 68ൽ നിന്ന്, ഇവരുടെ 68ൽ നിന്ന് മറ്റേ ടീമിൻ്റെ 66 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എത്രയാണ് ബ്ലോക്സ് കൂടുതലെന്ന് കിട്ടും. കാരണം 2 ആണ് കേട്ടോ. വാട്ട് ക്യാൻ ബി ദ നമ്പർ ഓഫ് ബ്ലോക്സ് നിത ആൻഡ് അജൽ ഗെറ്റ്. അപ്പോൾ നിതയ്ക്കും അജലിനും എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് കിട്ടിയിട്ടുണ്ടാവുക? നിതയ്ക്ക് 30യും അജലിന് 38ഉം ആണ്. വാട്ട് ഐ ഹാവ് ഫൗണ്ട്, ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? 30 പ്ലസ് 8, അതായത് 38നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഡീഷൻ ചെയ്തു, അപ്പോൾ 68 കിട്ടി. ഇനി വാട്ട് മൈ ഫ്രണ്ട്സ് ഹാവ് ഫൗണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഫൗണ്ട് ചെയ്തത്? 50 പ്ലസ് 10 പ്ലസ് 8 ഈക്വൽ ടു 68, അതായത് 50 പ്ലസ് 10 60, 60 പ്ലസ് 8 68. In the second game, the first team got 48 blocks. Anshid got 4 blocks more than Harida. രണ്ടാമത്തെ ഗെയിമിൽ ഫസ്റ്റ് ടീമിന് ലഭിച്ചത് 48 ബ്ലോക്സ് ആണ്. അൻഷിദിന് ഹരിതയേക്കാൾ 4 ബ്ലോക്സ് കൂടുതൽ കിട്ടി. ഹൗ മെനി ബ്ലോക്സ് ഡിഡ് ഹരിത ഗെറ്റ്, അങ്ങനെയാണെങ്കിൽ ഹരിതയ്ക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അൻഷിദിന് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഹരിതയ്ക്ക് 22 ആണ്, അൻഷിദിന് 26 ആണ്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, റൈറ്റ് ഇറ്റ് ഡൗൺ, എങ്ങനെയാണിത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇത് അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. 48 മൈനസ് 4, 48 ടോട്ടൽ. 4 എങ്ങനെയാണ്? അൻഷിദിന് ഹരിതയേക്കാളും 4 നമ്പർ ഓഫ് ബ്ലോക്സ് 4 നമ്പർ ഓഫ് ബ്ലോക്സ് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് 48 മൈനസ് 4 44 കിട്ടും. ഈ 44നെ ഹരിതയ്ക്കും അൻഷിദിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹരിതയ്ക്ക് 20 പ്ലസ് 2 ഈക്വൽ ടു 22, അൻഷിദ് 20 പ്ലസ് 2 ഈക്വൽ ടു 22. രണ്ടുപേർക്കും 22 ഈക്വലായി കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞിരുന്നത്? അൻഷിദിന് 4 നമ്പർ ഓഫ് ബ്ലോക്സ് കൂടുതലാണ്. അപ്പോൾ ഈ 20 പ്ലസ് 2
പ്ലസ് 4 ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 22ൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? 26 കിട്ടും. ഈ 26 പ്ലസ് 22 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് 48 ആണ്. ആ ആൻസർ തന്നെ നമുക്ക് കിട്ടും. If all the blocks are arranged in group of tens and ones, how many groups of tens will be there? ഇവിടെ എത്ര ഗ്രൂപ്പ് ഓഫ് ടെൻസ് ഉള്ളത്? 4 അല്ലേ. ഹൗ മെനി വൺസ്? 8 വൺസ് ആണ് ഉള്ളത്. അതായത് 48 ആണ് 4 ഗ്രൂപ്പ് ഓഫ് ടെൻസും 8 വൺസും ആണ് ഉള്ളത്. ഓക്കെ. The second group got 27 blocks. Ajal got 5 blocks less than Nida. രണ്ടാമത്തെ ഗ്രൂപ്പിന് 27 ബ്ലോക്സ് ആണ് കിട്ടിയത്. അജലിന് നിതയേക്കാൾ 5 ബ്ലോക്സ് കുറവാണ്. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് നിത ഗോട്ട്, എത്ര ബ്ലോക്സ് ആണ് നിതയ്ക്ക് കിട്ടിയത്? 16. നമ്പർ ഓഫ് ബ്ലോക്സ് അജൽ ഗോട്ട്, അജലിന് എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്? 11. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇതേപോലെ തന്നെയാണ്, നമുക്ക് നോക്കി നോക്കാം. 27 ആണ് ടോട്ടൽ. അതിൽ നിന്ന് 5 മൈനസ് ചെയ്യുക. അപ്പോൾ 27 മൈനസ് 5 ഈക്വൽ ടു 22. നേരത്തെ ചെയ്ത പോലെ ഈ 22നെ അജലിനും നിതയ്ക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 11 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അജലിന് 11ഉം നിതയ്ക്കും 11ഉം കൊടുത്ത്. ഇനി നിതയ്ക്ക് 5 കൂടുതലാണ്. അതായത് അജലിന് നിതയേക്കാൾ 5 കുറവാണ്. അപ്പോൾ നിതയ്ക്കാണ് ഇവിടെ 5 കൂടുതൽ. അപ്പോൾ നിതയ്ക്ക് എന്ത് ചെയ്യുക? ഈ 11ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 11 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 + 1 കിട്ടും. ഇതിൻ്റെ കൂടെ +5 ചെയ്താൽ 16 ആൻസർ കിട്ടും. ഇനി 16ഉം 11ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നിരിക്കുന്ന 27 തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.